എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പച്ച നിറത്തിലുള്ള ഹൃദയ ചിഹ്നം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് നോക്കാം. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്നാണ് നാം നോക്കുന്നത്. അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ ഒന്നിനോടും വലിയ ആസക്തി ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം അത്യാഗ്രഹമോ ആർത്തിയോ ഒന്നുമില്ല. മനുഷ്യത്വത്തെ ഇഷ്ടപ്പെടുകയും മനുഷ്യത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ മനസ്സാണിത്. നിങ്ങൾക്ക് ആവശ്യമായ പരിഗണന ആ വ്യക്തി എപ്പോഴും നൽകുന്നുണ്ട്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത ഉപകാരങ്ങളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലിട്ട് അതൊന്നും ഒരിക്കലും മറന്നുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊന്നും മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. കാരണം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും കൃത്യമായൊരു നിലപാട് ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങളിലേക്ക് വിടാതെ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധത്തെ തകർക്കുന്ന രീതിയിൽ അതിനൊന്നും കൊണ്ടുവരാതെ ആ വ്യക്തി കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ആ വ്യക്തിയെ സമീപിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യമില്ല, നിങ്ങളുമായിട്ടുള്ള ബന്ധം ആ വ്യക്തിക്ക് നല്ലതല്ല. പക്ഷെ അതൊന്നും ആ വ്യക്തി വിശ്വസിക്കുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങളെ സ്നേഹിച്ച ഒരാളാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അതിലൊരു കുറ്റബോധവുമില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹവും മര്യാദയും അത് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവഗണിക്കാനോ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ വേദനിപ്പിക്കാനൊന്നും ആ വ്യക്തി തയ്യാറല്ല. കാരണം ആ വ്യക്തിക്ക് അതിന് കഴിയുകയുമില്ല. കാരണം നല്ല ഒരു മനസ്സോലെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ അതേക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ ആ വ്യക്തിക്ക് മനസ്സിലൊരുപാട് വിഷമമുണ്ട്. കാരണം നിങ്ങൾക്ക് നൽകാനുള്ള പല അംഗീകാരങ്ങളും ആ വ്യക്തി വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തി നൽകുന്നതിനേക്കാൾ പരിഗണന നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലതുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ തിരിച്ച് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ചിന്തയുണ്ട്. നിങ്ങൾക്ക് നൽകിയതെല്ലാം കുറവാണെന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഒന്നും കൂടുതലാണെന്നല്ല. നിങ്ങൾക്കിതിൽ കൂടുതൽ അംഗീകാരങ്ങൾ, ഇതിൽ കൂടുതൽ നന്മകളൊക്കെ നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും നൽകിത്തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് പോകുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം നൽകണമെന്ന് തന്നെയാണ്. നിങ്ങളെ പരിഗണിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും അടുത്ത ആളാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ആഘോഷിക്കാനും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് കൃത്യമായൊരു പരിഗണനയാണ് ആ വ്യക്തി നൽകുന്നത്. ഇതിൽ കൂടുതൽ നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് തന്നെയാണ് നിങ്ങളെ പരിഗണിക്കുന്നത്. ഇപ്പോൾ ഇത് ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തിക്ക് സാധിക്കാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ആ വ്യക്തി കുറച്ചുകൂടി നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയും ഒരുപാട് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അടുത്തതായിട്ട് ചാര നിറത്തിലുള്ള ഹൃദയ ചിഹ്നം പരായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ്. ഹൃദയത്തിലെന്നും നഷ്ടബോധമുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ നഷ്ടബോധമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നൽകാത്തതിൻ്റെ നഷ്ടബോധമുണ്ട്. ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിച്ചതൊന്നും സാധിച്ചില്ല എന്ന ഒരു നഷ്ടബോധമുണ്ട്. ജീവിതം മുഴുവൻ ഒരു അസംതൃപ്തിയാണ് ആ വ്യക്തിയിൽ കാണുന്നത്. കാരണം ആ വ്യക്തി ഇതൊന്നുമല്ല ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത്. നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ
നിങ്ങൾക്ക് ഉള്ള സ്നേഹം ഇത്രയും നൽകിയാൽ പോരാന്ന് ആ വ്യക്തിക്കറിയാം. പക്ഷെ മനസ്സ് വരുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പോലും കുറേ നഷ്ടബോധങ്ങൾ ആ വ്യക്തിയെ പിന്തുടരുന്നു. കുറേ പ്രതിസന്ധികൾ ആ വ്യക്തിയെ പിന്തുടരുന്നു. ആ വ്യക്തി ആഗ്രഹിച്ചത് നിങ്ങളെ കൃത്യമായിട്ട് സ്നേഹിക്കാനാണ്. പക്ഷേ അവസരങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വേദന ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സുഖങ്ങൾ നൽകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ നഷ്ടബോധമുണ്ട്. കൃത്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വേറെ ലെവലിലായി മാറുമായിരുന്നു. പക്ഷേ അത് അറിയാനോ ആസ്വദിക്കാനുള്ള അവസരവും ഭാഗ്യവും ഉണ്ടായില്ല. ഒരുപക്ഷെ ആ വ്യക്തി ധൈര്യം കാണിക്കേണ്ട സമയത്ത് ധൈര്യം കാണിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടാകാം. ആ വ്യക്തിയുടെ ആ ധൈര്യം കാണിക്കൽ അത്ര ഇതായി വന്നില്ല. ആ വ്യക്തിക്ക് ധൈര്യം കാണിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തന്നെ പിന്നീട് വഷളാകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയുമില്ല. ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ ദുസ്വാധീനങ്ങൾ നടത്തിയിരിക്കാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകാതിരിക്കാനും തകരാനും ഒക്കെ മറ്റുള്ള ആളുകൾ ചില തരത്തിലുള്ള ദുസ്വാധീനങ്ങളൊക്കെ നടത്തിയിരിക്കാം. അത്തരം ദുസ്വാധീനങ്ങളുടെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിപ്പോയി. പക്ഷേ ആ വ്യക്തിക്ക് അതിൽ കുറ്റബോധമുണ്ട്. കാരണം പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ആളുകൾ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നില്ല. മാത്രമല്ല ഇതുവരെയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായി. ആ വ്യക്തിക്ക് നിങ്ങൾ നല്ലത് ചെയ്തിട്ടും നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചിട്ടും ആ വ്യക്തിക്ക് അത് ഇതുവരെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ചില ആളുകൾ ആ വ്യക്തിയെ വഞ്ചിച്ചു. ആ വഞ്ചിച്ച ആളുകൾ വഞ്ചിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ ആണ് പറഞ്ഞത്. അത് ആ വ്യക്തി താൻ വഞ്ചിക്കപ്പെട്ടു, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടു എന്നറിയുന്നത് വരെ ആ വ്യക്തി അത് വിശ്വസിച്ചു. അത്രയും കാലം അതൊരു കാലയളവായിരുന്നു. അന്ന് നിങ്ങൾ പറയുന്നതൊന്നും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് വഷളാക്കുകയും ഒരുപാട് പ്രതിസന്ധികൾ അതിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പോകുന്നുണ്ട്, കുറ്റബോധമുണ്ട്. കാരണം താൻ വിശ്വസിച്ച ആളുകൾ തന്നെ ചതിച്ചു. തൻ്റെ വ്യക്തിയുടെ കാര്യത്തിൽ തനിക്ക് സ്വയമേവ ചിന്തിക്കാമായിരുന്നു. പക്ഷെ അത് ചിന്തിച്ചില്ല. ഇപ്പോൾ ആ വ്യക്തിക്കറിയാം നിങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ എങ്ങനെ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യും? നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ സ്വീകരിക്കുക എന്നുള്ള വിഷമമുണ്ട്. എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും അത്യാവശ്യത്തിൽ തന്നെ ആ വ്യക്തി എത്തും. കാരണം കുറ്റബോധം നിറഞ്ഞ് തിങ്ങിയിരിക്കുകയാണ്. നിങ്ങളെങ്ങനെയെങ്കിലും സ്നേഹിക്കണം, നിങ്ങളുടെ മുറിവേറ്റ ഹൃദയം ഉണക്കി എടുക്കണം, അതിനൊരു സാന്ത്വനം നൽകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അതിലൂടെ സാന്ത്വനം ലഭിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.